എങ്ങനെയാണ് ഒരു കൺസ്ട്രക്ഷൻ കെമിക്കലിന് ഒരു കോൺക്രീറ്റ് ഡ്യൂറബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഈ പിക്ചർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? 1969 നീൽ ആംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിലെ കാലുകുത്തിയപ്പോൾ ഉണ്ടായി ബൂട്ട് ഇംപ്രിൻസ് ആണ്. 55 വർഷം കഴിഞ്ഞു, പക്ഷേ ഇന്നും ഇത് ഇൻടാക്റ്റ് ആണ്. അതായത് ഈ ഒരു ഇംപ്രഷന് മൂണിൽ ഇന്നുമുണ്ട്, ഒരു വ്യത്യാസം വന്നില്ല. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ കാറ്റില്ല, അടിക്കുന്നില്ല, അവിടെ റെയിൻ ഉണ്ടാവുന്നില്ല, അതിൻ്റെ ഒന്നും ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നില്ല. എന്നാൽ നമ്മുടെ എർത്ത് അങ്ങനെയല്ല. എർത്തിന് ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്, അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമ്മൾ എർത്തിലിരിക്കുന്ന ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ആവട്ടെ, എന്ത് സ്ട്രക്ചറാസ് ആവട്ടെ, അതിനൊരു ഡിറ്റോറിയേഷൻ സംഭവിക്കും. അതായത് ഒരു ദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് കാലങ്ങൾ കഴിയുന്തോറും മാറി മാറി വരും. എന്തുകൊണ്ടാണ്? നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഉള്ളത് കൊണ്ടാണ്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ വെതർ ചേഞ്ച് ചെയ്യും. അത് ഡേ ടു ഡേ ചേഞ്ച് ചെയ്യും, മന്ത് ടു മന്ത് ചേഞ്ച് ചെയ്യും, ഇയർ ടു ഇയർ ചേഞ്ച് ചെയ്യും. ഇനി പോട്ടെ, വളരെ മൈന്യൂട്ടായിട്ട് പറയുകയാണെങ്കിൽ ഹവർ ടു ഹവറും അങ്ങനെ താഴേക്ക് വരെ ചേഞ്ച് ചെയ്യും. ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതായത് ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവാം, ഹ്യൂമിഡിറ്റി ചേഞ്ചസ് ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ ലെറ്റ്സ് സേ കോൺക്രീറ്റ് സ്ട്രക്ചർ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ടെമ്പറേച്ചർ ആണെങ്കിൽ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവും, അത് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ റേറ്റ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇത് മൂലവും അല്ലാതെ പല ഹാർഷ് എൻവയോൺമെൻറ്റ്സ് മൂലവും നമ്മുടെ പല മെറ്റീരിയലുകളും, അതായത് എല്ലാ മെറ്റീരിയലുകളും തന്നെ ഡിറ്റോറിയേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആൻഡ് കോൺക്രീറ്റ് ഇസ് നോട്ട് ആൻ എക്സെപ്ഷൻ. കോൺക്രീറ്റും ഡിറ്റോറിയേഷൻ സംഭവിക്കുന്നു. നമുക്ക് അറിയാവുന്ന പോലെ കോഡൽ പ്രൊവിഷൻസ് പ്രകാരം നമുക്ക് ഓരോ എക്സ്പോഷർ കണ്ടീഷൻസിനും ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിത് ആസ് എ കോൺക്രീറ്റ് ചെയ്യുമ്പം അത് വളരെ കൺട്രോൾഡായിട്ട് ഒരു വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതൊരു വേ ബാച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സാക്ട് റിസൾട്ട് നമുക്ക് കിട്ടുക. എന്നാൽ ഇതൊരു കൺട്രോൾഡ് ലാബോറട്ടറിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് റിസൾട്ട് കിട്ടുക. ഒരു സൈറ്റ് കണ്ടീഷനിൽ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാക്റ്റ് ആ ഒരു റിസൾട്ട്സ് കിട്ടണമെന്നില്ല. ആൻഡ് ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ നമുക്ക് കോൺക്രീറ്റ് ഡിറ്റോറിയേഷനിലേക്ക് പോകും. ഒക്കെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് എങ്ങനെയാണ് ഡിറ്റോറിയേഷന് പോവുക? കോൺക്രീറ്റിൻ്റെ പെർഫോമൻസ് ബാഡ് ആകുമ്പോഴാണ്. ഈ കോൺക്രീറ്റിൻ്റെ പെർഫോമൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് മാറ്റേഴ്സാണിത്: പ്ലേസ്മെൻറ്റ് ഇഷ്യൂസും അതുപോലെ തന്നെ സർവീസ് കണ്ടീഷൻ ഇഷ്യൂസും. ഇനി പ്ലേസ്മെൻറ്റ് ഇഷ്യൂസ് കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള, നമ്മൾ കണ്ട് പരിചയിക്കാൻ സാധ്യതയുള്ള എഫക്റ്റുകളാണിത്. ബഗ് ഹോൾസ് ഉണ്ടാവാം, അതായത് എയറുകൾ ട്രാപ്പായിട്ട് നമ്മുടെ ഷട്ടറിങ്ങിനോട് ചേർന്ന് നമ്മളത് മാറ്റുമ്പോൾ ബഗ് ഹോൾസ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റോക്ക് പോക്കറ്റ്സ് ഉണ്ടാവാം, അതായത് ലാർജ് അഗ്രിഗേറ്റ്സ് നമ്മുടെ സിമെൻറ്റ് മോട്ടാറുമായിട്ട് വന്നിട്ട് അത് കൺസോൾട്ടേഷൻ കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അവർ വോയിഡ്സ് ഉണ്ടാക്കി ഈ റോക്ക് പോക്കറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹണി കോമ്പിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഇംപ്രോപ്പർ മിക്സ് കൊണ്ടോ അല്ലെങ്കിൽ കോമ്പാക്ഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ടോ ഹണി കോമ്പിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോൾഡ് ജോയിൻസ്, നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് കോൺക്രീറ്റ് പ്ലേസ് ചെയ്തു, നമ്മൾ അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് അടുത്ത കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടൊരു ജോയിൻ്റ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓൾറെഡി വൾണറബിൾ അല്ലെങ്കിൽ ഒരു ഡിറ്റോറിയേഷനിലേക്ക്, എല്ലാ വസ്തുവും ഡിറ്റോറിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, ഡിറ്റോറിയേഷൻ ഫേസിലിരിക്കുന്ന ഒന്നിലേക്ക് നമ്മൾ വീണ്ടും വൾണറബിൾ ആക്കുകയാണ് ചെയ്യുക. ഇനി സർവീസ് കാലാവധിയിൽ നമ്മുടെ കോൺക്രീറ്റിന് ഉണ്ടാകുന്ന ഒന്നാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊറോഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ കമ്പി തുരുമ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടാവുക. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുക? പൊറോസിറ്റി. നമ്മുടെ കോൺക്രീറ്റ് പോറസ് ആണ്. പൊറോസിറ്റിയുടെ ലെവൽ അനുസരിച്ച് നമ്മളുടെ ക്ലോറൈഡ് അയോൺസ്, സൾഫേറ്റ് അയോൺസ് ഇതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നതുകൊണ്ടും മറ്റും നമ്മളുടെ റീഇൻഫോഴ്സ്മെൻറ്റ് തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്. ഫ്രീസ് ആൻഡ് തോ, നിങ്ങൾക്ക് പരിചയമുള്ള വാക്ക് തന്നെ ആവും ഇത് പറയുക. നമ്മൾ ഒരു സാച്ചുറേറ്റഡ് കോൺക്രീറ്റ് മിക്സ് ഇത് ഒരു ബിലോ ഫ്രീസിങ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വെള്ളം ഫ്രീസ് ആവും. നമുക്കറിയാവുന്ന പോലെ തന്നെ വെള്ളത്തിൻ്റെ വോളിയം, അല്ല അത് ഐസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വോളിയത്തേക്കാട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ഇൻറ്റേർണലായിട്ടൊരു ടെൻഷൻ ഉണ്ടാക്കുകയും ക്രാക്ക് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എയർ എൻട്രെയിനിങ് ഏജൻസ് ഉണ്ട്. അതൊരു പാർട്ട് ഓഫ് കെമിക്കൽസ് ആണ്, അത് ചെയ്യാൻ പറ്റും. അത് കൺട്രോൾഡായിട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് യു പ്രൊവൈഡ് ഈസ് ദാറ്റ് നമ്മളൊരു അതിനൊരു വോയിഡ്സ് ഉണ്ടാക്കി കൊടുക്കും ഇൻ ഇൻറ്റേൺ.
അതായത് നമ്മുടെ ഐസ് ആയാലും അത് നമ്മുടെ കോൺക്രീറ്റിൽ ഇൻറ്റേർണൽ ടെൻഷൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുപോലെ. ഇനി കെമിക്കൽ അറ്റാക്സ്, നേരത്തെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ക്ലോറൈഡ് അയോൺസും സൾഫേറ്റ് അയോൺസിൻ്റെ മറ്റും അറ്റാക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. എസ്പെഷ്യലി ഒരു ക്ലോസ്ഡ് ഏരിയയിലേക്കൊക്കെ ആണെങ്കിൽ ക്ലോറൈഡ് അറ്റാക്ക് വളരെ കൂടുതലാവും. ഈ പോറോസിറ്റി അത് വളരെ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കയറി അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ക്ലോറൈഡ് അയോൺസ് ഈ പോറസ് ആയിട്ടുള്ള കോൺക്രീറ്റിലൂടെ നമ്മുടെ റീഇൻഫോഴ്സ്മെൻറ്റിനെ അറ്റാക്ക് ചെയ്യുകയും പിന്നീട് അകത്തുനിന്നൊരു റെസ്റ്റ് ഫോം ചെയ്താൽ അത് സ്പാളിങ് തുടങ്ങിയ കവർ ബ്രേക്കിംഗ് മുതൽ ബാക്കിയുള്ളതിലേക്കൊക്കെ പോകും. ഇനി ഒരു ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളെ സിമെൻറ്റിലെ ആൽക്കലിയും ഒരു ഹൈ സിലിക്ക കണ്ടൻ്റ് ഉള്ള നമ്മുടെ സാൻഡ് ആണെങ്കിൽ അത് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്ത് നമ്മൾ അഗ്രിഗേറ്റിൻ്റെ തമ്മിലൊരു കറക്റ്റ് ബോണ്ടേജ് വരാതിരിക്കാൻ സാധ്യത വരെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റാൻ ഒരു പരിധി വരെ സഹായിക്കാൻ നമ്മുടെ കൺസ്ട്രക്ഷൻ കെമിക്കൽസിന് സാധിക്കും. ഐദർ ഇറ്റ്സ് എൻ ഇൻറ്റഗ്രൽ ഓർ ഇറ്റ്സ് എ കോട്ടിംഗ്. ഇൻറ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് വാട്ട് ദ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ദാറ്റ് വി വാണ്ട് ഫോർ അവർ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോട്ടിംഗ് ആണെന്ന് വെക്കുക. കോട്ടിംഗ് ആണെങ്കിൽ നമുക്കൊരു എക്സ്റ്റീരിയർ ബാരിയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിറ്റോറിയേറ്റിംഗ് എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന കോൺക്രീറ്റിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻ ജനറൽ നമ്മളൊരു കോൺക്രീറ്റിലേക്ക് മിനറൽ അഡ്മിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈ ആഷ് ഉണ്ട്, അതിൽ നമ്മുടെ GGBS, മെറ്റാക്കാവലിൻ തുടങ്ങിയൊരു ലാർജ് ആണ്. ഇത് ആഡ് ചെയ്താൽ നമുക്ക് കോൺക്രീറ്റിൻ്റെ പോറോസിറ്റി കുറയ്ക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു വർക്കബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇത് മിക്സ് ടൈറ്റ് ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? സൂപ്പർ പ്ലാസേഴ്സ് അല്ലെങ്കിൽ പ്ലാസേഴ്സ് റേഞ്ച് ഓഫ് അഡ്മിസ്റ്റേഴ്സ് വേണം. യെസ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വർക്കബിലിറ്റി കിട്ടും. ഇങ്ങനെ നമുക്ക് പോറോസിറ്റി കുറയ്ക്കാനും ആവശ്യമുള്ള വർക്കബിലിറ്റിയിലും ഗുഡ് കോൺക്രീറ്റ് കിട്ടും. നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒരു കോട്ടിംഗ് കൂടെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് വി അപ്ലൈ കോട്ടിങ്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഡിറ്റോറിയേറ്റിംഗ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഇരിക്കുന്ന നമ്മുടെ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേഴ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഫോർ എ ലോങ് ടൈം. അതായത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സർവീസബിൾ ലൈഫ് ഫുള്ളായിട്ട് നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ പ്രൊഫസർ ഡോക്ടർ നിവിൻ ഫിലിപ്പ് സാറുണ്ട്. സാറാണ് എൻ്റെ ഗൈഡ് ചെയ്തിട്ടുള്ള M.Tech. സാറിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് മെറ്റാക്കാവലിൻ റീപ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഹൈലി കൊറോസീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമ്മൾ സോൾട്ട് സൊല്യൂഷൻസ് ഡയറക്റ്റായിട്ട് നമ്മൾ കോൺക്രീറ്റിലേക്ക് സ്പ്രേ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിറ്റോറിയേഷൻ പഠിക്കുക. അതിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാക്കാവലിൻ്റെ അഡീഷൻ, അതായത് ഒരു മിനറൽ അഡ്മിസ്റ്ററാണ്, അത് ഒപ്റ്റിമം പെർസെൻറ്റേജിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ കാണുന്ന പോലെ തന്നെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് തരും. ആ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളപ്പോഴാവും ഇതിൻ്റെ പോറോസിറ്റി ഏറ്റവും കുറവുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ ഒരു ഏറ്റവും ഹൈലി കൊറോസീവായിട്ടുള്ള എൻവയോൺമെൻറ്റിലേക്ക് ഇതിനെ കൊടുക്കുകയാണ്. നമ്മൾ വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ആക്ഷനിലൂടെ ലെറ്റ്സ് സേ നമുക്കൊരു 28 ദിവസം അല്ലെങ്കിൽ 56 ദിവസം 90 ദിവസം 180 ദിവസം ഇങ്ങനെ വേരിങ് ആയിട്ടുള്ള നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മളിതിൻ്റെ പോറോസിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലായത്, ദാറ്റ് മീൻസ് ദ വൺ വിത്ത് ഒപ്റ്റിമം മെറ്റാക്കാവലിൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം നമ്മുടെ അഡ്മിസ്റ്റർ പെർസെൻറ്റേജ് ഉള്ളതിന് ഹാസ് എ ബെറ്റർ കേപ്പബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ഡിറ്റോറിയേഷൻ എന്നാണ് നോർമൽ കോൺക്രീറ്റിനെക്കാൾ. യെസ്, construction chemicals are a necessity for durability rather than a choice. Thank you.